ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സംസാരം കേട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ആലോചിക്കുക. 20 വയസ്സ്, 30, 50 കഴിഞ്ഞു, 70 കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര റമദാനുകൾ കടന്നു വന്നുവെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദറജകൾ ഉയർത്തിക്കിട്ടുന്ന റമദാനുകളായി, നോമ്പുകളായി, ഇബാദത്തുകളായി ആ നോമ്പിനെ, റമദാനിനെ മാറ്റാൻ ഇത്ര കാലത്തെ നോമ്പുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തുത്തരമാണ് നമുക്ക് നൽകാനുള്ളത്? നമ്മുടെ ചുറ്റുഭാഗങ്ങൾ റമദാനിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കഴിയും. നമ്മുടെ വീടുകളിൽ ചില ഒരുക്കങ്ങളുണ്ട്, പള്ളികളിൽ ചില ഒരുക്കങ്ങളുണ്ട്, അങ്ങാടികളിൽ, മാർക്കറ്റുകളിൽ, തെരുവോരങ്ങളിൽ വരെ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു റമദാനിനെ സ്വീകരിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? റമദാനിനെ സ്വീകരിക്കാൻ, വരാനിരിക്കുന്ന റമദാനിനെ സ്വീകരിക്കാൻ എന്തൊരുക്കമാണ് വീടുകൾക്കും പള്ളികൾക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനും അപ്പുറത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയത് എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ശഅബാൻ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നോമ്പെങ്കിലും, തൊട്ടു മുന്നേയുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഒരു നോമ്പെങ്കിലും എടുക്കാം. ഒരു തിങ്കളാഴ്ചയെങ്കിലും, ഒരു വ്യാഴാഴ്ചയെങ്കിലും, അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു ദിനം, ഏതെങ്കിലും ഒരു ദിവസത്തെ നോമ്പെങ്കിലും എടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ എന്തൊരുക്കമാണ് ഉണ്ടായത്. വീടുകളിലേക്ക് വാങ്ങേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഒരു പക്ഷേ പോക്കറ്റിലിട്ട് ഈ ഭവനത്തിൽ ഇരിക്കുന്നവരുണ്ടാകാം. റമദാനിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാ നോമ്പ്? എന്തിനാ നോമ്പ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ അടിമകൾ ഒരു മാസം അവരങ്ങനെ അല്പം വിശപ്പ് സഹിക്കട്ടെ എന്നതിനാണോ നോമ്പ്? യഥാർത്ഥത്തിൽ അവരിവിടെയുള്ള പട്ടിണിയുടെ വേദന അറിയട്ടെ എന്നതിനാണോ നോമ്പ്? നോക്കൂ നിങ്ങൾ, നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ, മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ, നോമ്പ് എങ്ങനെ ആവണം എന്നറിയാം? ഈമാൻ ഉണ്ടാവണം, പരിപൂർണ വിശ്വാസം ഉണ്ടാവണം, ഇഹ്തിസാബൻ പ്രതിഫലേച്ഛ ഉണ്ടാവണം. എല്ലാവരും നോമ്പെടുക്കുന്നു അതുകൊണ്ട് എനിക്ക് നോമ്പല്ല, പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ അവന് പുറത്തു കൊടുക്കും അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് പുറത്തു കൊടുക്കും. എത്ര റമദാന് കിട്ടി? ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇത്ര കാലത്തെ റമദാനിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാവുന്ന ഒരു റമദാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹമില്ലാത്തവരാരാ? ആ ആഗ്രഹം എവിടെയോ ഉണ്ടായത് കൊണ്ടല്ലേ നേരത്തെ പള്ളിയിലെത്തി നമ്മൾ ഇരിക്കുന്നത്? ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ. ഈ സ്വർഗം കിട്ടണമെങ്കിൽ പാപമുക്തമായ ജീവിതം ഉണ്ടാകണം. പാപമുക്തമായ ജീവിതം ഉണ്ടാകണോ വിശുദ്ധ റമദാൻ? അതിന് വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്, നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ. മാത്രമല്ല, ഒരൊറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് 70 ഖരീഫ 70 വർഷത്തോളം വഴി ദൂരം അവനെ പിറകോട്ട് കൊണ്ടുവരും എന്ന ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. 70 വർഷം ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ 70 വയസ്സ് ദുനിയാവിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. ആ 70 വർഷം ഒരാൾ സഞ്ചരിക്കുകയെങ്കിൽ അത്രയും ദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരും. ജീവിതത്തിൽ എത്ര നോമ്പുകൾ എടുത്തു, അത്രയും പിറകോട്ട് വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്നാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച്. ഒരു വിശ്വാസിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവന് ചെയ്യുന്ന കർമ്മത്തിന്, അവന്റെ നീയത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് റബ്ബ് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകും. ഈ ഹദീദിന്റെ വാചകം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇല്ല സൗം, നോമ്പിനൊഴികെ 10 മുതൽ 700 ഇരട്ടി എന്നുള്ളത് നോമ്പിന് ബാധകമല്ല. കാരണം എന്തറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് അളവില്ലാത്ത കണക്കറ്റ പ്രതിഫലം ഞാൻ നൽകും. വേറെ ഏതു നന്മക്കും 700 ഇരട്ടി കിട്ടുമെങ്കിൽ നോമ്പ് എനിക്കുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്കുള്ളത് തന്നെ. പക്ഷെ നോമ്പിനെ കുറിച്ച് മാത്രം അള്ളാഹു പറഞ്ഞു അത് എനിക്കുള്ളതാണ്, അതിന് ഇരട്ടിയായി ഞാൻ കൊടുക്കും, അതിന് 700ന്റെ കണക്കില്ല, അതിലപ്പുറവും കിട്ടും നോമ്പിന്. ബാക്കി ഇബാദത്തുകളിൽ നിന്ന് നോമ്പിന് ചില മാറ്റങ്ങളുണ്ട്. അത് നോമ്പുകാരനാണോ എന്നത് മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൻ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവാം.
നോമ്പുകാരനാണോ എന്ന് ഒരു നിരീക്ഷണം കൊണ്ട് മാത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാണ്. അതാ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചില ത്യാഗങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ പ്രതിഫലം അളവറ്റ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ നമ്മുടെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും, പടച്ചവനെ എന്നെ ആ റമദാനിലേക്ക് എത്തിക്കണേ എന്നൊരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോന്നാണ്. ഇത്രയും കാലത്തെ നമ്മുടെ നോമ്പുകളിൽ പാപമോചനമുണ്ടായി നരകത്തിൽ നിന്ന് അതിവേഗം വിദൂരതയിലേക്ക് മാറി സ്വർഗത്തിന്റെ കവാടം നോമ്പുകാർക്ക് മാത്രമായുള്ള റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാകുമോ? എന്തുറപ്പാണ് നമുക്കുള്ളത്? കാരണം എന്താ, ചില ആളുകൾക്ക് ഒരു ഉറപ്പില്ല. നോമ്പുകാരായിരുന്നു അവര് നമസ്കാരക്കാരായിരുന്നു, അവര് ഇബാദത്തിന് മുന്നിലുണ്ടായിരുന്ന ആളുകളായിരുന്നു. പക്ഷേ അവരുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്. ദുനിയാവിൽ രാവിലെ മുതൽ പണിയെടുത്ത് ഉച്ചയുടെ വെയിലും കൊണ്ട് അവസാനം ആ പണിക്ക് കൂലി തരേണ്ട ആളെടുത്ത് എത്തുമ്പോൾ നീ എടുത്ത ജോലിയൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് നിനക്കിന്നൊരു ശമ്പളമില്ല, കൂലിയില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയെ പറ്റി ആലോചിച്ചു. നോമ്പുകാരായി 50 വർഷത്തെ നോമ്പുമായി പരലോകത്തെത്തുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി പറയുകയാണ്. റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', പട്ടിണി കിടന്നു എന്നതല്ലാതെ നോമ്പ് കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത എത്രയെത്ര നോമ്പുകാരുണ്ട്. കുറെ പട്ടിണി കിടന്നു എന്നല്ലാതെ ഒരു നോമ്പിൻ്റെതായ ഒരു ഉപകാരവും കിട്ടാത്ത ആളുകളുണ്ട്. എന്തേ ആ ഉപകാരം കിട്ടാത്തത്? എന്തുകൊണ്ട് ആ ഉപകാരം കിട്ടുന്നില്ല? നോമ്പിന്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്നില്ല. എന്തുകൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്നില്ല? ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. ചില ആളുകളുടെ പട്ടിണി കടന്നാലും വിശപ്പ് സഹിച്ചാലും എന്തൊക്കെ ത്യജിച്ചാലും നോമ്പിന്റെ പ്രതിഫലം രേഖപ്പെടുത്താത്ത ചിലരുണ്ട്. ഒന്നാമത്തെ കൂട്ടാരാന്നറിയോ? ഒന്നാമത്തെ കൂട്ടർ ശിർക്ക് ജീവിതത്തിലുള്ള ആളുകളാണ്. ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ശിർക്കിന്റെ എന്തെങ്കിലും ഒരു അംശം കടന്നു വന്നിട്ടുണ്ടോ? എത്ര പട്ടിണി കടന്നിട്ടും എത്ര ഉറക്കമിളച്ച് നമസ്കരിച്ചിട്ടും കാര്യമില്ല. നോമ്പുകാരായ ആളുകളൊക്കെ ശിർക്ക് ചെയ്യുമോ? ചിലർക്കെങ്കിലും സംശയമുണ്ടായേക്കാം. നോക്കൂ, നിങ്ങൾ ഹജ്ജിന് പോയി വന്ന് പാപമുക്തരായി വന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഹജ്ജിന്റെ യാത്ര സഫലമാക്കി പ്രയാസങ്ങളില്ലാത്തതിന് നേരെ എയർപോർട്ടിൽ നിന്ന് വാഹനമെടുത്ത് ജാറത്തിലേക്ക് പോകുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടല്ലേ നോമ്പിന്റെ വിഷയം? പ്രിയപ്പെട്ടവരെ, ശിർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കാം. വലിയ ഗൗരവം ആ വിഷയത്തിൽ നമുക്കുണ്ടാവണം. നിസാരമായി കാണേണ്ടുന്ന ഒന്നല്ല അത്. ഞാൻ ഇന്ന് തൗഹീദുള്ള ആളാ, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് തൗഹീദ് ഉണ്ടാകും എന്നൊരു ഉറപ്പും പ്രിയപ്പെട്ടവരെ നമുക്കില്ല എന്നാ. നമ്മുടെ ഹൃദയം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, റബ്ബേ ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറപ്പിച്ചു നിർത്തേണമേ. ഈ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ഏറ്റവും ഔചിത്യത്തോടു കൂടി നിൽക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? പ്രവാചകരെ, അങ്ങയുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് കടന്നു വന്നാൽ, ആരോടാ പറയണാലോചിച്ചു? വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട അതിന്റെ വാചകങ്ങൾ പഠിപ്പിച്ചു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകരെ, അങ്ങയുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നാൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും കേട്ടോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അതാ പറഞ്ഞേ. എല്ലാ അംബിയാ മുർസലീങ്ങളോട് പോലും അതാ പറഞ്ഞേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരംശവുമില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, അത് ആരെങ്കിലും മന്ത്രി ചൂതിത്തരുന്ന ഒരു നൂലിലോ ചരടിലോ ഒരു കുപ്പി വെള്ളത്തിലോ അല്ല ഭയം. ശിർക്കെന്ന് പറഞ്ഞാലേ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ ചെന്ന്, ഏതെങ്കിലും ഒരു രൂപത്തിന്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ശിർക്ക്. അല്ലാഹുവല്ലാത്ത മറ്റൊരാൾ എന്നെ സംരക്ഷിക്കുമെന്ന് പോലും കരുതിയാൽ, അല്ലാഹുവല്ലാത്ത മറ്റേതോ ശക്തി എന്നെ പ്രയാസപ്പെടുത്തുമെന്ന് കരുതിയാൽ പോലും അതിലേക്ക് ശിർക്ക് കടന്നു വന്നു. നാം ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്.
മന്ത്രിച്ചൂതി കെട്ടിയ ചരടുകൾ വലിച്ചെറിഞ്ഞ്, മന്ത്രിച്ചൂതിയ വെള്ളത്തിന്റെ കോപ്പകൾ കമഴ്ത്തിക്കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാലേ നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയുള്ളൂ. അപ്പോ ശിർക്കിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പലരും ചിന്തിക്കുന്നത് ഞാനൊക്കെ എന്തായാലും സ്വർഗത്തേക്ക് തന്നെ പോവാ. ചില ചിന്ത കാരണം എന്താ? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ലോകത്ത് എത്രയോ ആളുകൾ നമസ്കരിക്കാത്തവരുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവുക എന്നല്ലാതെ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് തീരുമാനിച്ച് ഉള്ള കർമ്മങ്ങളിലൂടെ മുന്നേറാനല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ശിർക്കിന്റെ വിഷയം നമ്മൾ ഗൗരവത്തോടു കൂടി ഉള്ളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ ചെറിയ ശിർക്കിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാലേ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്തിനാ പള്ളിയിൽ പോകണം? അത് ആളുകൾ കാണാൻ. എന്തിനാ നോമ്പ്? എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നോമ്പെടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ ആളുകൾ എന്താ കരുതുക എന്നു കരുതി നോമ്പെടുക്കുക, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനായിട്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. ഇല്ല, അത് ചെറിയ ശിർക്കിൽപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്നത്, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഒരുപാട് കർമ്മങ്ങളുണ്ട്. പക്ഷേ ആ കർമ്മങ്ങളൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ നന്മയുടെ തുലാസിലേക്ക് വരവ് വെക്കാത്ത ചില ആളുകളെ കുറിച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹു ചില ആളുകൾക്ക് പുറത്തു കൊടുക്കും, പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരുടെ നന്മകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും, ചില ആളുകളെ തടഞ്ഞു നിർത്തുമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതാരെന്നറിയോ? ഇല്ലാ റജുലൻ, ചില ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഗ്നാ, അവനും അവന്റെ സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ്, അവളും അവളുടെ സഹോദരിയും തമ്മിൽ പിണക്കത്തിലാണ്. അവരെ കുറിച്ച് എന്താ പറയാറ്? നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, നേരത്തെ എത്തി അൽകഹ്ഫ് ഓതി ഇരിക്ക, പ്രാർത്ഥിച്ചിരിക്ക, തഹജ്ജുദിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അയൽവാസിയോട് തെറ്റിയിട്ടുണ്ട്, ബിസിനസിന്റെ പേരിൽ ഒപ്പം കച്ചവടത്തിനുണ്ടായിരുന്ന ആളോട് പിണങ്ങിയിട്ടുണ്ട്, മക്കളോട് തെറ്റിയിട്ടുണ്ട്, ഉപ്പമാരോട് തെറ്റിയിട്ടുണ്ട്, ജീവിതത്തിൽ ആരോടൊക്കെയോ പിണക്കമുണ്ടായിട്ടുണ്ട്. എങ്കിൽ ഒരു നന്മയും പടച്ച റബ്ബ് സ്വീകരിക്കൂല, ഒരു സംശയമല്ല. എത്ര പട്ടിണി കിടന്നാലും സ്വീകരിക്കപ്പെടൂല. എന്തു പറയുന്നറിയോ? അൻദിറൂഹാദൈൻ, നന്മകൾ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളോട് പറയും, അൻദിറൂഹാദൈൻ, ആ രണ്ടുപേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ. അവരെന്നാ സുൽഹിലെത്തുന്നത്, അവരെന്നാ രഞ്ജിപ്പിലെത്തുന്നത്, അവരെന്നാ മിണ്ടുന്നത്, അന്ന് രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോ ഓരോരുത്തരിരുന്നാലേക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാ പിണങ്ങിയത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാ തെറ്റി നിൽക്കുന്നത്, ഈ തെറ്റുകൊണ്ട് പിണക്കം കൊണ്ടാണോ റമദാനിനെ സ്വീകരിക്കുന്നത് എങ്കിൽ വൃദ്ധ പട്ടിണി കിടക്കാൻ. ആ നോമ്പ് അള്ളാഹുവിന് വേണ്ട. ചില ആളുകളെങ്കിലും കരുതും, അതൊക്കെ ഇങ്ങനെ ഖുതുബയിൽ പറയാനൊക്കെ നല്ല എളുപ്പാ, അവൻ എന്നോട് ചെയ്തത് നിങ്ങൾക്കറിയില്ലല്ലോ, അവൻ എനിക്കുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കറിയില്ലല്ലോ, എന്റെ കുടുംബത്തോട് ചെയ്തത് അറിയില്ലല്ലോ. എന്തൊക്കെ ചെയ്താലും ശരി, അപമാനിച്ചാലും ശരി, നമ്മുടെ അഭിമാനം പിച്ചിച്ചീന്തിയാലും ശരി, കച്ചവടത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയാലും ശരി, പരലോകത്ത് വിജയിക്കണോ? പിണക്കമില്ലാത്ത ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ്. അതിലൊരു സംശയമില്ല. എന്തൊക്കെ കാരണങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കാനുണ്ടെങ്കിലും പരലോകത്ത് വിജയം എന്നൊരൊറ്റ കാരണത്താൽ സലാം കൊണ്ട് തുടങ്ങാൻ കഴിയണം. കോളിമ്പല്ലടിച്ചിട്ട് അസ്സലാമു അലൈക്കും ഒരു തവണയെങ്കിലും പറഞ്ഞ് ആ ഹൈറെങ്കിലും, സലാം കൊണ്ട് തുടങ്ങുന്നവനാ ഹൈറ്, ആ ഹൈർ എനിക്ക് കിട്ടണമെന്ന് കരുതി സലാം കൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയണം. ആ ഈഗോകളെ മാറ്റി പറിച്ചു വെച്ച് പരലോകത്തെ വിജയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറഞ്ഞാൽ. എത്ര ഗൗരവത്തോടു കൂടി ഇസ്ലാം സംസാരിച്ചിട്ടുള്ള വിഷയമാണ് മൻ വസലക്കി വസൽതു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും കുടുംബ ബന്ധത്തെ കുറിച്ച്, ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവനോട് ഞാനും ബന്ധം ചേർക്കും, ആരാണോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് അവനോട് ഞാനും ബന്ധം വിച്ഛേദിക്കും. നമ്മുടെ കുടുംബങ്ങളെ പറ്റി ആലോചിച്ചു. നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായി വരുന്ന ആളുകളുടെ വീട്ടിലേക്ക് നമ്മളും തിരിച്ചു പോവാ, അവരെ പോയി സന്ദർശിക്കുക. ഇതല്ല കുടുംബബന്ധം. ലൈസൽ വാസിലു ബിൽ മുക്കാഫ, പകരത്തിനു പകരം ചേർക്കൽ അല്ല കുടുംബബന്ധം. കുടുംബബന്ധങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില പൊട്ടുകളുണ്ടായ, ചില ഉടക്കുകളുണ്ടായ, ചില പ്രയാസങ്ങളുള്ള, കണ്ടാൽ മിണ്ടാത്ത ചില ബന്ധങ്ങളുണ്ട്.
അവിടേക്ക് കടന്നു പോകാൻ കഴിയണം. ഈ റമദാനിന് മുമ്പ് കടന്നു പോകണം. റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ അത് രേഖപ്പെടുത്തണം. മക്കളെ കൂട്ടി പോകേണ്ടതുണ്ടാവും, ഭാര്യയെ കൂട്ടി പോകേണ്ടതുണ്ടാവും, ഭർത്താവിനെ കൂട്ടി പോകേണ്ടതുണ്ടാവും, വാപ്പയെ കൂട്ടി പോകേണ്ടതുണ്ടാകും. പോകാൻ നമുക്ക് കഴിയണം, എന്നാലേ പട്ടിണി കിടക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആരോടും പിണങ്ങിയിട്ടൊന്നുമില്ല. ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവനും പിണങ്ങിയിട്ടേ 5 കൊല്ലായി, അവനും അവളും പിണങ്ങിയിട്ടേ, അവൻ വാപ്പാനോട് പിണങ്ങിയിട്ടേ, മോൻ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടേ, മക്കളോട് പിണങ്ങി വേറെ വീട്ടിലേക്ക് പോയിട്ടേ 10 കൊല്ലായി, 12 കൊല്ലായി, 2 കൊല്ലായി എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? അവരൊന്ന് കൂട്ടിയിരുത്തിയിട്ടേ, അവരെ ഒന്ന് രഞ്ജിപ്പിലേക്ക് എത്താൻ, അവരുടെ പിണക്കം മാറ്റി അവരെ ഇണക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കർമ്മമായിരിക്കും അത്. അതുകൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, റമദാനിൻ്റെമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നാവിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. മോശപ്പെട്ട സംസാരങ്ങളും പ്രവൃത്തിയും ഒഴിവാക്കണം. ഇത് റമദാനിൽ മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതു മാസത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാ മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, മല്ലൻ യദഅ ഖൗല അസ്സൂരി വൽ അമല ബി, വല്ലവനും കളവ് പറയലോ അല്ലെങ്കിൽ കളവ് പ്രവർത്തിക്കലോ തിന്മ ചെയ്യലോ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് വേണ്ട കേട്ടോ. എന്താ വേണ്ടാത്തത്? ഫീ അൻ യദഅ ത്വാമഹു വശറാബഹു, അവൻ പട്ടിണി കിടക്കുന്നുണ്ട്, അവന്റെ ഭക്ഷണം അവൻ ഉപേക്ഷിക്കുന്നുണ്ട്, അവന്റെ പാനീയം അവൻ ഒഴിവാക്കുന്നുണ്ട്. ഇത് അല്ലാഹുവിന് വേണ്ട. അല്ലാഹുവിന് വേണ്ടത് എന്താണെന്നറിയോ? അവൻ സത്യം മാത്രം പറയാ, കളവ് ഉപേക്ഷിക്കുക. ഇത് നോമ്പെടുക്കുന്നുണ്ട്, ബാക്കി കളവൊക്കെ അതേപോലെ കൂടെയുണ്ട്, എങ്കിൽ അവൻ പട്ടിണി കിടക്കുന്നത് അല്ലാഹുവിന് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. ചില ആളുകളെ വാ തുറന്നാൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തും, വാ തുറന്നാൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ അവൻ കളവേ പറയും, അല്ലെങ്കിൽ നാവ് കൊണ്ട് ചിലപ്പോൾ കളവൊന്നും പറയില്ല, പ്രയാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഓക്കെ. വിരൽ തുമ്പ് കൊണ്ടവൻ പ്രയാസമുണ്ടാക്കും. ഈ സമൂഹത്തിൽ വിരൽ തുമ്പ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വാട്സപ്പുകളിലൂടെ ടൈപ്പ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും വോയിസ് നെക്കി പിടിച്ചിട്ടും അവരെ പ്രയാസപ്പെടുത്തി അവരെ മറ്റൊരാളുടെ അപമാനത്തെ പിച്ചു ചീന്തപ്പെടുന്നതും ഇതിന്റെ ഗണത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ നാവ് കൊണ്ടും കൈ കൊണ്ടും മറ്റൊരാൾ സുരക്ഷിതനാകണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. റമദാനിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ, ഞാൻ ചില വാക്കുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇനിയില്ല, ആ വാക്കിനി ഉണ്ടാവില്ല. ഈ റമദാനോടുകൂടി ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കാൻ. അങ്ങനെ ഒരാളെ ഞാൻ അഭിസംബോധന ചെയ്യൂല, ഞാനത് പറയില്ല, അവനെ ഞാൻ പ്രയാസപ്പെടുത്തില്ല എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ, യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, നന്മകളുമായി പരലോകത്ത് വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ നന്മയുടെ വലുപ്പത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞത് എന്തറിയോ? അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതം കണക്കെ നന്മകളുമായി വരുന്ന ഒരാൾ വീട്ടിൽ ചെന്നിട്ടേ ഈ മൗണ്ടെയിൻ തിഹാമ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സൗദി അറേബ്യയിലെ മക്കയും മദീനയും തബൂക്കും പ്രദേശത്ത് പരന്നു കിടക്കുന്ന വലിയ പർവ്വത നിരകളാണ്. അത്രയും വലിയ പർവ്വത നിരകളുമായി അതിന്റെ നന്മകൾ അത്രത്തോളം കുന്നോളം നന്മകളുമായി പരലോകത്ത് ചില ആളുകൾ വരും. എന്നിട്ടോ പടച്ച റബ്ബ് ഫയജഅലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, ഒക്കെ കാറ്റിൽ പറത്തിയാണ് കളയും. വലിയ നന്മകളുമായിട്ട് കടന്നു വന്ന ആളുകളാ. ഇതൊന്നും പരലോകത്ത് മുതൽക്കൂട്ടാവില്ല, ഇതൊക്കെ ധൂളികളായി കാറ്റിൽ പറത്തിക്കളയുമെന്നാണ്. ആ സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, സിഫ്ഹുൽ ലനാ ജല്ലിഹിം ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം പ്രവാചകരെ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് അവരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ അറിയാതെ പോലും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനാണ് പ്രവാചകരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും, അവര് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവര് രാത്രി നമസ്കരിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെയാണവർ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടവർ, നിങ്ങളെപ്പോലെ കർമ്മങ്ങളുണ്ടവർ. പക്ഷേ അവരുടെ ജീവിതത്തിലെ തിന്മ എന്തെന്നറിയോ? വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലഉ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവരൊറ്റക്കായാൽ, ആരും കാണാനില്ലെന്ന് ഉറപ്പായാൽ,
തന്റെ കയ്യിലുള്ള സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുമായി ഒറ്റക്കായാൽ, അതല്ല സ്വന്തം നാട്ടിൽ നിന്ന് നമ്മെ പരിചയമില്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് പോയാൽ, എന്നെ തിരിച്ചറിയുന്നവർ അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ അവര് തിന്മകളിലേക്ക് കടന്നു പോകുന്നവരാണ്. നമസ്കാരക്കാരാണ്, നോമ്പുകാരാണ്, തിഹാമാ പർവ്വതം കണക്കെ നന്മകളുണ്ടവർക്ക്. ഒറ്റക്കായാൽ അള്ളാഹുവിനെ മറക്കുന്നവരാണ് എന്നാണ്. നമ്മളുണ്ടോ നോക്ക് കൂട്ടരെ, നമ്മളുണ്ടോ എന്നാണ്. ഒറ്റക്കാകുമ്പോഴും ഈമാനിനെ മുറുകെ പിടിച്ച് ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ ആർക്ക് കഴിയുന്നോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. കുറെ ഫയലുകളുടെ റിപ്പോർട്ടൊക്കെ വന്ന് ഏതൊക്കെയോ വലിയ വലിയ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, ദുനിയാവിൽ സമ്പത്തിന്റെ ഊക്കുകൊണ്ട്, അധികാരത്തിന്റെ ചരടുവലികൾ കൊണ്ട് ഈ ലോകത്തിനി ആരും അറിയാൻ പോകുന്നില്ല എന്ന് കരുതി ചില കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇന്ന് ചില ഫയലുകൾ തുറക്കുമ്പോൾ ആ കുറ്റകൃത്യങ്ങൾ ദുനിയാവിൽ നിന്ന് തന്നെ വെളിപ്പെട്ടു വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എത്ര വലിയ പ്രത്യാഘാതമാണ്. പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. പരലോകത്തെ അവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് മറ്റൊരാളെ ഉപദ്രവിക്കുക. നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് മറ്റൊരാളെ ഉപദ്രവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അത്തദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരായവർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുക, ആരാ പാപ്പരായവർ? സ്വഹാബികൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽ മുഫ്ലിസു ഫീന, ഞങ്ങളിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമ ലഹു വലാ മതാ, ഒരു ദിർഹമുമില്ലാതെ ജീവിതത്തിൽ ഒരു വിഭവവുമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെയാണ് ഞങ്ങൾ പാപ്പരെന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപ്പരെന്ന് പറഞ്ഞാൽ യഅതി യൗമൽ ഖിയാമ, അവര് ഖിയാമത്ത് നാളിൽ വരും, ബിസ്വലാത്തിൻ, അവരുടെ നമസ്കാരങ്ങളുമായി അവര് വരും, വസ്യാമിൻ, അവരുടെ നോമ്പുകൾ അവരുടെ കൂടെയുണ്ട്, വസകാത്തിൻ, അവര് കൊടുത്ത സക്കാത്തുകൾ അവരുടെ കൂടെയുണ്ട്. അങ്ങനെ അവർ പരലോകത്ത് വരും. അവർ ചില ആളുകളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ അപമാനിച്ചിട്ടുണ്ട്, ചില ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ പരലോകത്ത് വെച്ച് അവരുടെ നന്മകൾ എടുത്ത് അവൻ ആരെയാണോ പ്രയാസപ്പെടുത്തിയത് അവർക്ക് മറിച്ചു കൊടുക്കും. ഇയാളുടെ നന്മ എടുത്തിട്ട് ആരെ വേദനിപ്പിച്ചത് ആ വേദനിപ്പിച്ചയാൾക്ക് കൊടുക്കും. ആരെയാണോ പ്രയാസപ്പെടുത്തിയത് അയാൾക്ക് ഇവന്റെ നമസ്കാരം കൊടുക്കും. ആരുടെ അഭിമാനമാണോ പിച്ചിച്ചീന്തിയത് ഇവന്റെ നോമ്പെടുത്തിട്ട് ആ മനുഷ്യന് കൊടുക്കും. അവസാനം സ്വലാത്തുകളും സിയാമുകളും സക്കാത്തുകളുമായി കടന്നു വന്നവൻ ഒന്നുമില്ലാതെ താൻ പ്രയാസപ്പെടുത്തിയവരുടെ തിന്മകൾ തിരിച്ചേറ്റുവാങ്ങി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട്. അവരാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ നമ്മുടെ തൊട്ടടുത്തെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ഞാൻ ആരെയും ഒരു ചീത്തപ്പേര് വിളിക്കുന്നില്ല, അവനിഷ്ടമില്ലാത്തൊരു പേരും ഞാൻ സംഭാവനയായി കൊടുക്കുന്നില്ല. നമ്മൾ ഇട്ടുകൊടുത്ത പേരുമായി ഇന്നും നീറിപ്പുകഞ്ഞ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നവരുണ്ട്. ഏതോ ഒരു തമാശക്ക് നമ്മൾ ഇട്ട പേരാ, ഇന്ന് അവനെ വിളിക്കുന്നത് ആ പേരാ. അവന്റെ ശരിയായ പേര് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയില്ല. നമ്മൾ ഇന്ന് സമാധാനിക്കുക, ഞാൻ ഇട്ട പേരാ എപ്പോഴും പരലോകത്ത് വരും. നമ്മുടെ നമസ്കാരങ്ങളും സക്കാത്തുകളും നോമ്പുകളും എല്ലാം അത് ധൂളികളായി കാറ്റിൽ പറത്തിക്കളയുന്ന സാഹചര്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചില പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവർത്തനങ്ങൾ, ഉപദ്രവിച്ചവർ ചിലർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് പോയി അവരോട് മാപ്പ് ചോദിക്കാൻ അവസരമില്ല. ചിലതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോ റബ്ബിനോട് പറയാൻ, റബ്ബേ പറ്റിപ്പോയിട്ടുണ്ട്, തൗബ ചെയ്തു മടങ്ങാൻ. ദുനിയാവിൽ വഞ്ചിച്ചവനാണെങ്കിൽ, പ്രയാസപ്പെടുത്തിയവനാണെങ്കിൽ അവനെ ചെന്നു കണ്ട് എനിക്ക് പൊറുത്തു തരണം, പരലോകത്തേക്ക് വിട്ടേക്കല്ലേ എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തൊരു കാര്യം കൂടി ചേർത്ത് പറയാൻ, നമസ്കാരം ഉപേക്ഷിക്കാം. റമദാന് വരുമ്പോ നോമ്പുണ്ട് പക്ഷെ നമസ്കാരമില്ല, നോമ്പുണ്ട് നമസ്കാരമില്ല. എന്ത് അടിസ്ഥാനമാണുള്ളത്? നമസ്കാരത്തെ വില കുറച്ചു കാണുന്നവരായി മാറുന്നു. നോമ്പെടുത്താൽ മതി, പട്ടിണി കിടന്നാൽ മതി, അത്താഴം മൂക്കറ്റം കഴിച്ച് നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലും തുറന്ന് ആ ഭക്ഷണം കഴിച്ചാൽ പട്ടിണി ഉണ്ടായാൽ നോമ്പായി എന്നാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമോ, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി, ഒരു മനുഷ്യൻ തൊട്ടപ്പുറത്ത് ശിർക്കും ഉണ്ട് കുഫറും ഉണ്ട്, അതിനിടയിലുള്ളത് എന്തെന്നറിയോ? തർക്കു സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കലാണ്.
നമസ്കാരം ഉപേക്ഷിക്കുക വഴി അവൻ കുഫറിലേക്ക് എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ചിന്തിച്ചു നോക്കുക. എന്റെ നമസ്കാരങ്ങൾ, ഇന്നത്തെ സുബഹി ഞാൻ എപ്പോഴാണ് നിസ്കരിച്ചത് ആലോചിച്ചോളൂ. എന്റെ ഇന്നലത്തെ ഇശാഇ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്നലെ എത്ര നമസ്കാരങ്ങളാണ് കഴിഞ്ഞ റമളാനിന് ശേഷം ഒരു വർഷം തികയുമ്പോൾ എത്ര നമസ്കാരങ്ങളാണ് ഞാൻ പാഴാക്കി കളഞ്ഞത് എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ വേദനയോടുകൂടിയാണെങ്കിൽ ഉള്ളിലുണ്ടാവണം. ചിലപ്പോൾ ആർക്കും നമസ്കാരം മനഃപൂർവ്വം ആരും ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. ഇവിടെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലുമൊക്കെ ഈ പരിസര പ്രദേശങ്ങളിൽ കച്ചവടവുമായോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു വിഷയം എന്തറിയോ? എൻ്റെ ബിസിനസ്സോ എൻ്റെ കച്ചവടമോ എൻ്റെ നമസ്കാരത്തിന് തടസ്സം നിൽക്കുന്നില്ല. റമദാനിൽ മാത്രമല്ല അത് ആലോചിക്കേണ്ടത്. റമദാനിൽ മാത്രമല്ല, ജുമാ എന്ന് പറഞ്ഞാൽ അവസാനത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് കിട്ടിയാൽ മതി. ആ സമയത്ത് ഷട്ടർ ഇട്ട് ഓടി വരുന്നത് കൊണ്ട് എന്ത് പ്രതിഫലമുള്ളത്? ജമാഅത്ത് നടക്കുന്നു ഇല്ല. സംഗതി എന്താ അറിയോ? നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക ഇനി മുതൽ ജമാഅത്തിന് ഞാൻ പോകും എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് വരിക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുക. അവിടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന മാനേജർമാരുണ്ടാവാം, മുതലാളിമാരുണ്ടാവാം. അവരാലോചിക്കേണ്ടത് എൻ്റെ കാരണത്താൽ ഞാൻ തടഞ്ഞു വെച്ചതുകൊണ്ട് എൻ്റെ കച്ചവട സ്ഥാപനത്തിലെ ഒരാളുടെ നമസ്കാരവും ഇല്ലാതാകുന്നില്ല. ഉറപ്പുവരുത്താൻ കഴിയണം. റമദാനിലാണെങ്കിലും അല്ലെങ്കിലും അവർക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ പരലോകത്ത് അവർ വരും, എന്നെ നമസ്കരിപ്പിക്കാൻ സമ്മതിച്ചില്ലെന്ന് നമ്മുടെ പേരെടുത്തു പറഞ്ഞാൽ എന്തിനാ കൂട്ടരെ കച്ചവടത്തിലെ ലാഭം? പിന്നെ എന്തു ലാഭമാണ് നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കുക? എന്തു ലാഭമാണ് ഉണ്ടാക്കുക? വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു 12:30-ക്കെങ്കിലും ഷട്ടർ താത്തി കടയിലേക്ക്, ഈ പള്ളിയിലേക്ക് കടയിൽ നിന്ന് വരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലുള്ള മുസ്ലിങ്ങളായ ആളുകളെ ഒന്ന് ഉപദേശിക്കുക. നിസ്കരിച്ചടാ, പള്ളിക്ക് പോരെ, നേരത്തെ പോരെ, കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തു ലാഭമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ദുനിയാവിലെ എന്തു നേട്ടമാണ് നമ്മുടെ ഉള്ളിലുള്ളത്? മാറ്റമുണ്ടാകണം. റമദാന് വരുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, ഒരു കച്ചവട സ്ഥാപനത്തിന്റെ മാത്രം വിഷയമല്ല ഇത്. അത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും അങ്ങനെ ഒരു ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ട് എന്ന് ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. റമദാനിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു തിന്മയെങ്കിലും ഈ റമദാനിൽ ഞാൻ ഒഴിവാക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയുമില്ല എന്നാർക്കും വാദമൊന്നുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു തിന്മയെ ഞാൻ പറിച്ചെറിയും. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നന്മയെങ്കിലും ഞാൻ കൊണ്ടുവരും. തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. സുന്നത്ത് നോമ്പുകൾ എടുക്കാത്ത ആളാണ് ഞാൻ. ഈ റമദാനോടുകൂടി അതങ്ങനെ നോമ്പ് കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള സുന്നത്ത് നോമ്പുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ റവാത്തിബ് നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ പോലും രാത്രി നമസ്കാരത്തിൽ നിന്നൊരു 3 റക്അത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഓരോ റമദാനുകളും നമ്മുടെ ജീവിതത്തിൽ സ്മാരകങ്ങളായി ഉണ്ടാവണം. 2026 റമദാനില ഇന്ന നന്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, ഇന്ന തിന്മ, ഇന്ന വാക്ക്, ലഹരി, ഞാൻ പ്രയാസപ്പെടുത്തിയിരുന്നു ആളുകളെ, പലിശ ഇടപാടുകൾ ഉണ്ടായിരുന്നു, എൻ്റെ വസ്ത്രം നെരിയാണിക്കു താഴെയായിരുന്നു, പള്ളിയിലേക്ക് വരുമ്പോ മാത്രം സ്റ്റെപ്പിലിരുന്ന് അത് കയറ്റി ഉടുത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഷൂ ധരിക്കുന്നതിന് മുമ്പ് ആ പാന്റും തുണിയും നെരിയാണിക്കു താഴേക്ക് വലിച്ചിയച്ച് നരകത്തിലൂടെ നടന്നിരുന്ന ഞാൻ ഈ റമദാനോടുകൂടി മാറ്റമുണ്ടാവുകയാണ്. എൻ്റെ തുണി ഞാൻ കയറ്റി ഉടുക്കും, എൻ്റെ പാന്റ് നെരിയാണിക്ക് മുകളിൽ ഞാൻ മടക്കി വെക്കാനോ മുറിക്കാനോ ഞാൻ തയ്യാറാകുമെന്ന എന്തെങ്കിലും ഒരു നന്മയുടെ ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ പെയിന്റടികൾ നടക്കുന്നു, പള്ളികളിലുണ്ട്, കറകൾ മായ്ച്ചു കളയുന്നു. ഒരു വിശ്വാസിയുടെ മനസ്സിലെ കറകളാണ് നമ്മൾ മായ്ച്ചു കളയേണ്ടത്. ആ കറകളെ മായ്ച്ചു കളഞ്ഞ് ശിർക്കില്ലാത്ത നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന, ആരെയും പ്രയാസപ്പെടുത്താത്ത, നമസ്കാരം ഉപേക്ഷിക്കാത്ത നല്ല മുത്തക്കികളായി ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുകൂടി ഊർജത്തോടുകൂടി ഈ റമദാനിലേക്ക് കടന്നു ചെല്ലാനും എല്ലാവിധത്തിലെ ഇബാദത്തുകളെ തടസ്സമില്ലാതെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുവാനുമുള്ള തൗഫീഖ് നൽകി റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.